كيف حلو هذا؟ ايه ليمون حساوي يجرح ويداوي ونعنش القلب يا غالي. ഓക്കെ ശുക്ര ഹബീബ് തയ്യം. സാധനങ്ങളെല്ലാം ഉണ്ട്. 2 റിയാൽ 2 റിയാൽ 2 റിയാലിനൊക്കെ മൊബൈൽ കവർ സാധനങ്ങൾ വെക്കുന്നു. ഇതാണ്ട് 2 റിയാലിന് മൊബൈൽ കവർ സാധനങ്ങളൊക്കെ. ഇതെന്താണ് വെക്കുന്നത് അയ്യോ കേട്ടോ. അയ്യോ ഒക്കെ നമ്മളെ കമ്പനിക്കാരുണ്ടോ ദൈവത കൂടെ അടക്കം കൊണ്ടുപോകാൻ നിൽക്കുന്ന അത് വിളിച്ച് കമാതാ പിന്നെയല്ല വാഹ. ഓക്കെ, ഒന്നിന് 65 റിയാലാണ്ട്. ആ കൂടോടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതിന് ഇതവിടെ ഒരു മൈനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ മക്കള് ഇതുങ്ങളൊക്കെ കൊയങ്ങിയിരിക്കുന്നത്. അതൊക്കെ അമ്മാണ് ശരി. ബേബി കണ്ടോ കണ്ടോ. ഇതാ ഈ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പഴയ സെക്കൻഡ് ഹാൻഡ് ഷൂകൾ വെക്കുന്നുണ്ട്. ഇത് കണ്ടോ, നല്ല നല്ല ഷൂകൾ വെക്കുന്നുണ്ടോ. ഇതുണ്ട്, ഇത് പഴയ ഷൂ ആണ്. ഇതാ ഇവിടെ ഒക്കെ പഴയത്. കമാതാമ്മ കം 5 റിയാലിനാണ് സെക്കൻഡ് ഹാൻഡ് സാധനമാണ്. അത് ഇങ്ങോട്ട് പോവുക. ഇതിൻ്റെ അടിയിൽ ചള്ളി വരേണ്ട 5 റുപ്യക്ക് ഷൂ വെക്കുന്നത് ഫുൾ. صور معي مشكلة؟ صور ما في مشكلة. اوكي، ايش اسم بابا؟ انا ابو فهد الفهيد. ابو فهد من وين حسا؟ من الحسا. اي اوكي حبيبي شكرا. عندك يدك 5 ريال. البريقات شوفها. عندي الدلال دي. اها هذا على മൂപ്പര് കടല ഇങ്ങനെ വറുക്കുന്നുണ്ട്. വറുക്കുന്ന മൂപ്പര് ഹല ഹല കടല വറുത്തോണ്ട് ഇവിടെ കച്ചവടം ചെയ്തു. അതാണ് നമ്മൾ എനിക്കതല്ല മനസ്സിലാകാത്തത്. ഈ സ്വിച്ചുകളൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച സാധനങ്ങളാ. ഇതൊക്കെ ആരെങ്കിലും വാങ്ങോ? ബേക്കിൽ നിങ്ങൾ നോക്കി നോക്കി ഇങ്ങോട്ടും ഇപ്പുറത്തെ സൈഡിലൊക്കെ വൻ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്. യു ഗായ്സ്, ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ. അപ്പോൾ ഇംഗ്ലീഷിൽ വേണം, മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ. ഒരുപാട് നമ്മളെ പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഫോളോവേഴ്സിൻ്റെയൊക്കെ ഇഷ്ടപ്രകാരം ഒരുപാട് ദിവസമായിട്ട് പറയുന്നൊരു ചന്ത, സൂക്ക് ഹറാജ് എന്നാണ് പറയുക. ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മളെ വീട്ടിൽ ഒരു ചട്ടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ ചട്ടീൻ്റെ പകുതി വരെ ഇവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അൽ ഹസയിൽ, സൗദി അറേബ്യയിലാണ് ഉള്ളത്. അൽ ഹസയിൽ പിന്നെ സൂക്കുൽ ഹറാജിൽ എന്ന ഒരു അറേബ്യൻ ചന്തയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകൾ കാണിച്ചു തരാം. ഫുൾ അടിപൊളി ചന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിൽക്കാത്തത് പുതിയതായാലും പഴയതായിട്ട് ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നുണ്ട്. വൻ തിരക്കാണ്. ഇതൊക്കെ ഫുള്ള് പുതിയ പുതിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ ഫുള്ള് ഡ്രില്ല് ഐറ്റംസ്. പിന്നെ ഇതാ ഇത് സ്പാനറുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. അമ്പട ഇങ്ങോട്ടൊന്ന് നോക്ക് നിങ്ങൾ. ഇതുണ്ടോ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഗുജറി സാധനങ്ങൾ വിൽക്കുന്ന ഏരിയ ഉണ്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് പഴയ സാധനങ്ങളാണ്. ഫുള്ള് പഴയ. ഇതാ മൊബൈൽ കവറുകൾ. സംഭവം പൊളിയല്ലേ. ഒരുപാട് ദിവസമായിട്ട് നമ്മളോട് പറയുന്നതാണ് കേട്ടോ ഒരു അറേബ്യൻ ചന്തേൻ്റെ വീഡിയോ എടുക്കാൻ. പോകുന്ന വഴിക്ക് അത്തറ് കയ്യിൽ തേച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണ്ട് നോക്കട്ടെ. ഇവിടെ പഴയ വാഷിംഗ് മെഷീനുകൾ വെക്കുന്നു. ഇതവിടെ പ്ലംബിങ് സാധനങ്ങൾ. ഇതിവിടെ ഇങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ളുണ്ട് കേട്ടോ. ഇത് ഫുള്ള് പുതിയ ഐറ്റംസ് ആണ്. ഇതാണ്ട് കംപ്ലീറ്റ് പ്ലംബിങ്. ഇത് കപ്ലിങ്. ഇവിടെ എൽബോ. ഇന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതവിടെ ടീ കംപ്ലീറ്റ് സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര വില കുറവാണ്. അതാണ് ഇത്രയും തിരക്ക്. ഇത് ഫുള്ള് സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആണ്. ഇങ്ങോട്ട് നോക്കുന്നത് പഴയ വാച്ചുകളൊക്കെ ഓടുന്നൊന്നുമില്ല. ഇതൊക്കെ ആൾക്കാർ വാങ്ങുമോ എനിക്കറിയില്ല. ഇത് ഓരോരോ സാധനങ്ങൾ വെച്ച് വെക്കുന്നത് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ മുറിഞ്ഞ വാച്ചുകൾ വാങ്ങുമായിരിക്കും അല്ലേ. ചിലപ്പം വാച്ചിൻ്റെ പകുതി പോയിട്ടുണ്ടെങ്കിൽ പകുതി ചിലപ്പോൾ കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറയുന്നത്. ഇതവിടെ പഴയ ഹെൽമെറ്റ് കൊണ്ടുവച്ചിരിക്കുന്നു. ഇങ്ങോട്ട് പണ്ടത്തെ പൊട്ടിപ്പൊളിഞ്ഞ ഹെൽമെറ്റ്. ഇതാ ജാറുകൾ.
പഴയ ഫ്ലാസ്ക്. എന്താല്ലേ സംഭവം. ഇതാ ഇവിടെ കണ്ടതൊക്കെ കംപ്ലീറ്റ് സാധനങ്ങൾ, ഒരുപാട് ഐറ്റംസ്. പഴയ ഫാന്, മോട്ടോറുകൾ. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുതിയതുണ്ട് പഴയതുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ല, ഇത് മറ്റേ നമ്മളെ വാഷ് ബേസിനാണ്, വലിയ കിച്ചൻ്റെ. അത് സെക്കൻഡ് ഹാൻഡ്. പിന്നെ അത് അവിടെ ഒരു സ്റ്റാൻഡ്, നമ്മളെ ബക്കാലയിലേക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പഴയ സാധനങ്ങൾ. ഈ ആൾക്കാർ ഇവിടെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരുള്ള. നിങ്ങളൊരു അഭിപ്രായത്തിൽ ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ? ഒന്ന് നോക്കി, നല്ല സാധനം കേട്ടോ, അടിപൊളി സാധനമാണ് കേട്ടോ. ഇവരാണ് ഇവിടുത്തെ കച്ചവടക്കാർ. ഇവിടെ പഴയതും പുതിയതുമായിട്ടുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ട്. ഇവിടെ നോക്ക്, പഴയ ജഗ്ഗുകളൊക്കെ കണ്ടോ, ജഗ്ഗിൻ്റെ ഒക്കെ കോലം നോക്കി നിങ്ങൾ. ഇതുണ്ട് ഈ ജഗ്ഗ്. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്ന് അറിയാം, ആളുകൾ ഇവിടെ ഉള്ള ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ ഒരു ജഗ്ഗ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വീട്ടിൽ ഈ ജഗ്ഗ് കേടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ പിടി ഉണ്ടാവില്ല, ഈ മൂടി ഉണ്ടാവില്ല. അപ്പോൾ അവർ അന്വേഷിച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതവിടെ ടോയ്സ്, ഇതൊക്കെ പുതിയ ടോയ്സാണ് കേട്ടോ. ഇത് ഫുള്ള് പുതിയ ടോയ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പഴയ ടോയ്സും വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്യൂബ് ലൈറ്റ് സാധനങ്ങൾ, ഇതൊക്കെ പുതിയതാണ്. ഇവിടെ പ്ലംബിങ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഫിഷൊക്കെ വെച്ചിട്ടുണ്ട്. കംദേ അമ്മ കുല്ലു റിയാലാ? ആ, ഇവിടെ ഈ സാധനങ്ങൾ വല്ല 1 റിയാലിന് വെക്കുന്നുണ്ടോ. ഇതൊക്കെ കണ്ടോ, അതൊക്കെ പുതിയ പുത്തൻ ഐറ്റംസ് ആണ്. ഈ സ്വിച്ചുകൾ, ഇത് ഫിഷ്, ഇത് സോക്കറ്റ്, ഇത് AC-ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സോക്കറ്റ് ഉണ്ടോ. അല്ല أنا صور هذا ما هي مشكلة. ഇന്ന് കണ്ടതാണ്ടോ ഇവിടെ ലൈറ്റ്. അയ്യോ ഇന്ത്യ. ഇവിടെ വെള്ളിയാഴ്ച ഉണ്ടോ മെയിനായിട്ടുണ്ടോ. ഇത് നോക്കി, ഇതിൽ ലൈറ്റുകളും ബൾബുകളും സാധനങ്ങൾ തന്നെയുണ്ടോ. ഇതിൽ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഫുള്ള് പുതിയ ഐറ്റംസ് തന്നെയാണ് ഉള്ളത്. പിന്നെ പഴയതുണ്ട്, പഴയ സഫായകൾ ഉണ്ടല്ലോ. സഫായ എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളം പോകാനൊക്കെ വെക്കുന്ന ഇതൊക്കെ പഴയതാണ്. പക്ഷേ ഇതൊക്കെ പുതിയതാണ്. 1 റിയാലേ ഉള്ളത്. ആ വയസ്സായ ബാബയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് തിരക്ക് നോക്കി, നിങ്ങൾ കാണുന്നുണ്ട് തിരക്ക്. നല്ല അടിപൊളി തിരക്കാട്ടോ. എന്ത് സാധനം നിങ്ങൾക്ക് വേണമെങ്കിലും, ഗ്രൈൻഡറും അതും ഇതും. ഇതൊക്കെ കണ്ടില്ലേ, ഇത് കണ്ടതൊക്കെ പഴയതാണെന്ന് തോന്നുട്ടോ. 5 ريال. نعم. صور معي مشكلة؟ صور ما في مشكلة. اوكي، ايش اسم بابا؟ أنا أبو فهد الفهيد. أبو فهد. من وين حسا؟ من الحسا. إيه. اوكي حبيبي شكرا. عندك يدك 5 ريال. البريقات شوفها. عندي الدلال دي. اها. هذا على 5. ഇതൊക്കെ 5 റിയാലിനാണ്ടോ. ഇത് നല്ല അടിപൊളി. الدل حب الرمان 60. ഇത് 60 റിയാല്, ഇത് 5 റിയാല്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. هذا 5 ريال. هذا كله مستخدم صح؟ لا لا جديد. جديد ها؟ ഇതൊക്കെ പുതിയതാണ് കേട്ടോ. മൂപ്പരോട് ചോദിച്ചേ. ഇതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് പുതിയ, ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ്. പുതിയത് നോക്കുന്നുണ്ട്. ايوه هذا كله مستخدم صح؟ ഇവിടെ ഒരുപാട് മോഡം ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ബുക്കുകൾ. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ ടാബ്ലറ്റിനൊക്കെ ഇടാൻ പറ്റുന്ന കവറുകൾ. ഇതൊക്കെ കണ്ടത് മൊബൈലിൻ്റെ കവറുകൾ. ഇതൊക്കെ നല്ലതാണ്. ഇതൊക്കെ 2 റിയാലിനാണ് ഇവർ വെക്കുന്നത്. ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ അതിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ വാങ്ങുന്നുണ്ട്. എങ്ങനെ നമുക്ക് ഏതാണ് വേണ്ടതെന്ന്. സംഭവം പൊളിയല്ലേ. നോക്കി എന്തോരം ആൾക്കാരാണ്. എന്താ ഇതൊക്കെ പുതിയ ചെരുപ്പുകളാണ് കേട്ടോ. ഇതൊക്കെ ഒരു അറേബ്യൻ മോഡൽ ചെരുപ്പുകളാണ്. കമ്പി അമ്മ അതൊക്കെ 10 റിയാലിൽ നാട്ടാ പറയുന്നത്. പിന്നെ അത് അവിടെ ഊത് വെക്കുന്നുണ്ട്. അതാ ഊതും അല്ല അത്തർ അതാ അല്ല ഊത്. ഇതൊക്കെ പെർഫ്യൂമാണ്. ഇതാണ്ടോ ഇത് ഇവിടെ വെക്കുന്നതാണ്. ഇതൊരു കുപ്പിക്ക് 10 റിയാൽ എന്ന് പറഞ്ഞത്. ഇത് ഒരുപാട് ബ്ലാക്ക് ഒപ്പിയം എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതാണ്ടോ. എന്തായാലും സംഭവം ഒരേപോലെ പുതിയ ഐറ്റംസും ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമൊന്നും പോരാ. വെള്ളിയാഴ്ച ഭയങ്കര എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷെ വെള്ളിയാഴ്ചയാണ് കൂടുതൽ ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ. ഇവിടെ മറ്റേ ലൈറ്റും സാധനങ്ങളും. ഇത് സോളാർ ലൈറ്റുകൾ, അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളാണ് വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇവിടെ വേറെ ഐറ്റംസ് സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഇല വന്നിട്ടുണ്ടെങ്കിൽ തൊട്ട് ബാക്ക് സൈഡിൽ നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഇതൊക്കെ നല്ല പുതിയതാണെന്ന് തോന്നുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇതിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ട്. പിന്നെ റിപ്പയറിങ് ഉണ്ട്. ഇവിടെ പഴയ സാധനങ്ങൾ, ഇതൊക്കെ പുതിയ സാധനങ്ങളാണ് കേട്ടോ. അല്ല, ഇവിടെ മൊബൈൽ ആക്സസറീസ്, ട്രൈപോഡുകൾ, സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് USB ഉള്ള മറ്റേ സോക്കറ്റല്ല പ്ലഗ്. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്നൊന്നും എത്ര പൈസ എന്ന് അറിയില്ല. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജീൻസ് കുറച്ചെണ്ണം വെച്ചിട്ടുണ്ടാകുന്ന അറിയില്ല. എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും കിട്ടും. ഫുഡ് ഐറ്റംസ് വേണമെങ്കിൽ ഫുഡ് ഐറ്റംസ്, അല്ലാത്ത ഐറ്റംസ് വേണമെങ്കിൽ അല്ലാത്തത്, സെക്കൻഡ് ഹാൻഡ് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ്, പുതിയത് വേണമെങ്കിൽ പുതിയത്, കംപ്ലീറ്റ്. അവിടെ സൈക്കിളൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ സൈക്കിളമ്മ 80 റുപ്യക്കാണ്. സെക്കൻഡ് ഹാൻഡ് സൈക്കിളാണ്. അതൊക്കെ വെക്കാൻ വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതവിടെ സ്റ്റാൻഡുകൾ, സാധനങ്ങൾ അതൊക്കെ വേറെയും വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ വാഷിംഗ് മെഷീൻ ഇതവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ. ഇങ്ങനൊരു സൂക്ക് നമ്മളെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാനുള്ള പൂതിയും. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചെറിയ മക്കളെ ടോയ്സ് സാധനങ്ങളൊക്കെ എല്ലാം ഓരോരുത്തരും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് കേട്ടോ. ഇവിടെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരുപാട് സാധനങ്ങൾ. ഇവിടെ മൊബൈൽ ആക്സസറീസൊക്കെ വെക്കുക കേട്ടോ. ഇതുണ്ട്, ഡാറ്റ കേബിൾ ഉണ്ട്. കമ്മാതാമ്മ ഇത് 15 റിയാൽ. നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ 30 റുപ്യ കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടാകുമോ ഇവിടുന്ന് വാങ്ങും. അതാണ് ഈ സൂക്കിൻ്റെ ഒരു പ്രത്യേകത. ഇതൊക്കെ മൊബൈൽ ആക്സസറീസ്, മൊബൈലിൻ്റെ നമ്മളെ 13 Pro Maxൻ്റെ ഒക്കെ കവറുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വണ്ടി മൊത്തത്തിൽ ജാമായിട്ട് ആൾക്കാർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കുന്നു. വണ്ടികളൊന്ന് ബ്ലോക്കൊക്കെ മാറ്റി റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇതവിടെ വണ്ടികൾ, ചെറിയ വണ്ടികൾ, ആംബുറി വണ്ടി ഉണ്ട്. കമാതാമ അമ്മത് കമാ. ഇത് 5 റിയാൽ. സംഭവം പൊളിയാണ്ട്. അതവിടെ വേറെ വണ്ടികളാണ്. പക്ഷെ ഇത് ഇരുമ്പല്ല. ഇരുമ്പാണെങ്കിലാണ് ആംബുറൂന് ഇഷ്ടമുള്ളത്. കമാതാമ 10 റിയാൽ. സംഭവം സെറ്റ്. ഇതാണ് ഇവിടെ 15 റിയാൽ. അതാ അത് 15 റിയാൽ. അതൊക്കെ അമ്മാണ് 25. بيبي قال له ايش اسمه انت؟ ابو عواد. ابو عواد من حين حسا على طول. اوكي وين ايوه وين التصوير هذا؟ അതിൻ്റെ പുറമെ ഇങ്ങോട്ട് നോക്കി ഇവിടെ മറ്റേ മൂടികളൊക്കെ. നമ്മളെ വീട്ടിലിപ്പോൾ ഏതെങ്കിലും മൂടികളുണ്ടല്ലോ, ഏത് സ്വിച്ചിൻ്റെ കവറൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആളുകൾ വന്നിട്ട് ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇയാൾ ഇവിടെ വന്നിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണ്ടാവും ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളത് വന്ന് തിരഞ്ഞെടുക്കാം. സംഭവം ഇതിൻ്റെ കാര്യങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് സംഭവം. സെക്കൻഡ് ഹാൻഡ് ആയാലും പുതിയതായാലും ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതേമാതിരി ജനൽ ഇപ്പോൾ കുണ്ടനാട് വീണ അതുകൊണ്ടില്ല ജനൽ. ഇപ്പോൾ ജനലിൻ്റെ ഒരു സൈഡൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ശരിയാക്കാം. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ്. മോട്ടോർ ധനുമ, എ സി സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അതിൻ്റെ ഇടയ്ക്ക് വേറെ ആൾക്കാർ ഇവിടെ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതാണ്ടോ ഒരു വേറെ എന്തൊക്കെയോ അതുണ്ടോ ഇവരിവിടെ വേറെ വ്ളോഗേഴ്സ് വന്നിട്ട് എന്തോ വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ വേറെ ഫ്രൂട്ട്സ്. ഇനി നമുക്ക് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോവാം. ആ സൈഡിൽ എൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കി ഇങ്ങോട്ടും ഇപ്പുറത്തെ സൈഡിലൊക്കെ വൻ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്ക്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് വെള്ളിയാഴ്ച ഇപ്പോൾ ഇവിടെ ഹോളിഡേ ആണല്ലോ. വെള്ളിയാഴ്ചയാണ് ഹോളിഡേ. അപ്പോൾ ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്ന ആൾക്കാർ തിരക്കങ്ങൾ ആ ബാക്കിൽ കാണുന്നുണ്ട്. കണ്ടോ ഇതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചാർജർ. ഇതൊക്കെ പുതിയ ചാർജറാണെന്ന് തോന്നുന്നു. ഇത് ഫുള്ള് ചാർജറുകളാണ്. നമുക്ക് ഏത് ഐറ്റംസ്, ചിലപ്പോൾ പ്ലേ സ്റ്റേഷനോ എന്ത് ഐറ്റംസിൻ്റെ ചാർജർ വേണമെങ്കിലും ഇവിടെ വരിക, തപ്പിയെടുക്കുക. സംഭവം പൊളിയല്ലേ ഗൈസ്? നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എത്രത്തോളം അത് കാണിക്കാൻ പറ്റുമോ കൊയങ്ങി അണ്ണി അറിയുന്ന എനിക്ക് തോന്നുന്നു. ഇതാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വല്ലാത്ത ടൂൾസ്, സാധനങ്ങൾ, കട്ടറുകൾ, അത് ഇതൊക്കെ വെക്കുന്നുണ്ട്. സംഭവം പൊളിയില്ലേ? എനിക്ക് വയ്യ. അതിൻ്റെ ഇടയ്ക്ക് ഇതവിടെ വാച്ച് കമ്മാതാമ്മ ഇതാണ്ടോ. ഇത് പാക്ക് ഇതാണ് കേട്ടോ. സ്മാർട്ട് വാച്ച് സെയിം അൾട്രേൻ്റെ സെയിം സാധനമാണ് കേട്ടോ. ഇതിലുള്ളതെന്ന് പറഞ്ഞിട്ട് നോക്ക് 1 2 3 4 5 6 7 കവറ്.
7 അതിൻ്റെ സ്ട്രാപ്പും ഉണ്ട്, പിന്നെ അതായി വാച്ചും ഉണ്ട്. 30 റിയാൽ. അതുപോലെ സാധനമല്ലേ, എന്തോ വർക്ക് ഓടുന്നൊക്കെ ഉണ്ട്. സംഭവം സെറ്റാണ് കേട്ടോ, വർക്കിംഗ് കണ്ടീഷനാണ്. കമ്മാതാമ 25, ഇനി 25 റിയാൽ. കണ്ടോ ലൈറ്റ് സാധനങ്ങൾ അവിടെ വെക്കുന്നുണ്ട്. 5 റിയാലിൻ്റെ ലൈറ്റ്, 30 റിയാലിന് 8 സ്ട്രാപ്പൊക്കെ ഉള്ള ഐറ്റംസ്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കടല കച്ചവടം ഉണ്ട്. അവിടെ കടല കച്ചവടം അത് പൊളിച്ചില്ലേ, ഇതുണ്ട് ഇത് കടല കച്ചവടം. സംഭവം പൊള്ളിയില്ലേ. ഇവിടെ എന്തോ ഒരു ഭയങ്കരമായ തിരക്ക് കാണുന്നുണ്ട്. ഒന്ന് നോക്കി ഓട്ടോ ഇവിടെ എന്താ തിരക്ക്. ഇവിടെ 5 റിയാലിൻ്റെ ടീഷർട്ട് എന്തോ വാങ്ങുന്ന തിരക്കിലാണ് ആൾക്കാർ. ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും വാച്ചുകൾ, നിറച്ച് വാച്ചുകൾ വെച്ചിട്ടുണ്ട്. അമ്മച്ചി ഞാൻ കുഴങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നടന്നിട്ട് അങ്ങോട്ട് നോക്കും നിങ്ങൾ. ശരിക്കും നമ്മളെ ഉത്സവം എങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ, അറബികളുടെ ഉത്സവം. ഇതവിടെ ഷർട്ടുകളൊക്കെ അതും വെച്ചിട്ടുണ്ട്. സംഭവം സെറ്റ് പൊളി. ഇനി നമുക്ക് എന്താക്കാം, അടുത്ത പ്രദർശന നഗരിയിലേക്ക് പോവാം. ഇത് ഇവിടെയൊക്കെ ടീഷർട്ടുകളാണ് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ സ്പീക്കറിൽ വിളിച്ചിങ്ങനെ പറയുന്നുണ്ട് 10 റിയാൽ ഒക്കെ 10 റിയാൽ. ഇവിടെയൊക്കെ മൊബൈൽ കവർ സാധനങ്ങളും ഉണ്ട് കംപ്ലീറ്റുള്ള. ഈ ഒരു സെക്ഷൻ മുഴുവൻ മൊബൈൽ കവറാണ്. ഒന്ന് നോക്കി ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല വില കുറവ് അവിടെ. നല്ല വില കുറവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വില കുറവ്. വെറുതെ അല്ലട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് വയ്യ. ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കട്ടെ ഈ വീഡിയോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ 20 ريال هذا كله 20 20 انتو ايوه لوكيشن هنا موجود زين ايوه هذا مدير بويام انا ശരി. എന്നതാ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ CD സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ. CD എന്തിൻ്റെ CD ആണെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പഴയ തോപ്പ് സാധനങ്ങൾ. എൻ്റെ മോനെ ഇവിടെ ഫുഡ് ഐറ്റംസ് ആണോ. വൻ തിരക്ക് എന്ന് പറഞ്ഞാൽ വൻ തിരക്ക്. എന്താ നോക്ക് തിരക്ക്. ഇവിടെ എന്തോ ഒരു ഫുഡ്. ഇതെന്താണ് വെക്കുന്നത് അറിയില്ല. ഈ വയ്യാതെ അതിവിടെ ലൈമോനാണ് വെക്കുന്നത് കേട്ടോ. 1.50 നോക്കി എങ്ങനെ വെക്കുന്നത്. കളാസി പോവാ സംഭവം പൊള്ളിയില്ലേ. സംഭവം സെറ്റ് നോക്കി മൂപ്പരയിന്ന് ഇങ്ങനെ ചെരിയുന്ന് നേരെ അതിലേക്ക് വെക്കുന്ന ഭയങ്കര സെറ്റപ്പായില്ലേ. അത് പൊളിച്ച്. നാളെ ഒരു സുന്ദരനാണ് അതൊക്കെ. സംഭവം പൊളിച്ച്. മൂപ്പര് ഫുള്ളിൻ്റെ കൂടെ തന്നെ സാധനങ്ങൾ. كيف حلو هذا؟ ايه ليمون حساوي يجرح ويداوي ونعنش القلب يا غالي. اوكي شكرا حبيبي طيب. സംഭവം കണ്ടല്ലോ. അപ്പം ഞാനൊരു ജ്യൂസ് വാങ്ങിട്ടോ. ഇവിടെ തന്നെയുള്ള ലൈമോണാണെന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പം ഒന്ന് വീഡിയോയും എടുക്കാം. പക്ഷെ മൂപ്പരുടെ നല്ല തിരക്കിട്ട് കേട്ടോ. മൂപ്പര് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടോ. ആ സാധനം അതിലിങ്ങനെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയോ ഡോണറ്റ് സാധനങ്ങളൊക്കെ അതൊക്കെ വെക്കുന്നുണ്ട്. സംഭവം സെറ്റ്. നിങ്ങൾ കണ്ടല്ലോ. സംഭവം വിളിച്ചില്ലേ. ഇതാണ് നമ്മളെ അൽ സൂക്ക്. ഹല ഇതാ ഇവിടെ ഫുള്ള് ഹലാവയാണ് വെക്കുന്നത്. അത് മാമൂലും അല്ല. മാമൂൽ കേഫൽഹാസേൻ ഓക്കെ ഹബീബ് ശുക്രാ. ഇവിടെയൊക്കെ ചെരുപ്പ് ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് വെക്കുന്നത്. ഇതവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് ഇവിടെ ടൂൾസും ഈ സൈഡിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടോ. കംപ്ലീറ്റ് ടൂൾസാണ്. അങ്ങോട്ട് നോക്കുക. സ്പാനറുകൾ അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നടന്നു പോകുന്നവർ. ഈ ജനറേറ്ററൊക്കെ പഴയതാണ്. വർക്കിംഗ് ഉള്ളതിനായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഇതൊക്കെ വർക്കിംഗ് ഉള്ളതായിരിക്കും. ഇതൊക്കെ വെക്കാനുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ബിസ്ക്കറ്റുകളും സാധനങ്ങളൊക്കെ ഉണ്ട്. കംപ്ലീറ്റുള്ള ബ്രെഡ്, ഇൻഡോമി, നൂഡിൽസ്, കുബൂസ് ഐറ്റംസ്. السلام عليكم. السلام عليكم. زين كويس. ايوه زين كويس يا عايش هذا حق انديا. ايوه لا هنا في ഇപ്പൊ ശരിക്കും
സൂര്യൻ്റെ ചൂട് ലേശം കുറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇവിടെ മത്തൻ കുരു, കുമ്പളങ്ങ കുരു, സൺഫ്ലവർ സീഡ്സ്. അബ്ബാസ് വെൽക്കം. മറ്റേ നമ്മളെ പുല്ല് എന്ന് പറയും, സൺഫ്ലവർ സീഡ്സും സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ വിൽക്കുന്നുട്ടോ. ഇത് നമ്മളെ നാട്ടിലെ കരിമ്പൻ ജ്യൂസ് ഇല്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ കൂളിംഗ് ഗ്ലാസ് സാധനങ്ങൾ, കൂളിംഗ് ഗ്ലാസ് സാധനങ്ങൾ കേട്ടോ ഇവിടെ വിൽക്കുന്ന അമ്മപ്പൊളിയല്ലേ. ഇവിടെ ഇതൊക്കെ ഫുള്ള് പുതിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഒന്നല്ല, ഇവിടെ പുതിയ പുതിയ കള്ളാത്തുകൾ, മറ്റേ ടാപ്പുകളൊക്കെ ഉണ്ടല്ലോ. ഈ ടാപ്പുകളൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ടോ. ഇതൊക്കെ നല്ല പുതിയ ഐറ്റംസ്, ഈ ലൈറ്റ് ഐറ്റംസ്. എൻ്റെ ഇടയ്ക്ക് ഇവിടെ പഴയതും ഉണ്ടോ? ഇതല്ല, പുതിയ തന്നെയാണ്, പുതിയ കംപ്ലീറ്റ്ലി. ഇതൊക്കെ ഇവിടെ വന്ന വണ്ടികളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി നിങ്ങൾ. എന്തോരം ഭയങ്കര. എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും സ്ഥലം കിട്ടിയില്ല. എന്നിട്ട് ഞാൻ കുറേ ദൂരെ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്ന്, ഒരുപാട് ദൂരെ. സലാമത് ഇവിടെ അത്തറും, ഇത് അത്തറുകളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അത്തറിന് 35 റിയാല് മൂപ്പരാണ് വിൽക്കുന്ന ആള്. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഇത് കുറച്ച് സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പഴയ സാധനങ്ങൾ, ഔട്ട് ഓഫ് സ്റ്റോക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് 1 റിയാലിനാണ് ഇതൊക്കെ വെക്കുന്നത് കേട്ടോ. വെറും 1 റിയാലിന്. അപ്പോൾ അതിൽ നല്ലതും ഉണ്ടാവും മോശം ഉണ്ടാവും, നല്ലതും ഉണ്ടാവും മോശം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഫുള്ള് ഇങ്ങോട്ട് വന്നു. ഇവിടെയൊക്കെ കംപ്ലീറ്റ് തന്നെ എന്തോ മണക്കുന്നുണ്ട് ഇവിടെ. എൻ്റെ മോനെ അങ്ങോട്ട് നോക്കി തിരക്ക്. ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരും തിരക്ക്. കുറച്ചോൻ ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പോകുമെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവിടെ ഈത്തപ്പഴവും പിന്നെ ബദാമോ ചീത്തപ്പഴവും പിന്നെ ഡിപ്സ് സാധനങ്ങൾ സ്ഥലമാണല്ലേ ഒക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പ്ലംബിങ് സാധനങ്ങൾ അതുതന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക, ചന്തങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ചന്ത കാണിച്ചു തന്ന് ഞാൻ ടയേർഡായി. അപ്പം നിങ്ങളെന്താക്കുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ബെൽ ബട്ടണും ലൈക്കൊക്കെ ചെയ്യ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത മാസം നമ്മളൊരു അടിപൊളി രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അടിപൊളി രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗമാണ്. സ്വർഗം, മലയാളികളുടെ സ്വർഗം എന്ന് പറയുന്ന അതാണ് നമ്മൾ വയസ്സ്. ഇപ്പം അവിടെ കണ്ടാട്ടോ സൗദി എന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് മൂപ്പര വീഡിയോ എടുത്താണ് ഞാനെ കണ്ടത്. അപ്പം നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു അടിപൊളി രാജ്യത്തേക്ക് പോകുന്നു. മലയാളികളുടെ സ്വർഗം എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യ്. എല്ലാം ചെയ്തോളി. ഇവിടെയൊക്കെ കച്ചവടക്കാരാട്ടോ. കച്ചവടം അത് തീരുന്നില്ല. ഫ്രൂട്ട്സും വത്തക്കയും എല്ലാ സാധനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഐസ് ഇട്ടിട്ട് പിന്നെ വെള്ളം വെക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ വെക്കുന്നത്, ഇവിടെ മോതിരവും കല്ലുകൾ സാധനങ്ങൾ ഇവിടെ എന്താ വെക്കുന്നത്, പടക്കമുണ്ട് വെക്കുന്നത്. എൻ്റെ മോനെ പടക്കത്തിൻ്റെ വീഡിയോ ചിലപ്പോൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കത്തിൻ്റെ വീഡിയോ എടുക്കാൻ പാടില്ല. ഇവിടെ ഷേവല് സാധനങ്ങൾ, കിളികൾ വെക്കുന്നുണ്ട്. ചെറിയ കുഞ്ഞു കിളികളുണ്ട്. ഈ ചെറിയ രണ്ടെണ്ണ കയ്യിലതാ ഒരു കിളി. ഒരു വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. കണ്ടതൊക്കെ കിളികളെയൊക്കെ വീട്ടിൽ നിന്ന് വരെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. ഇതുകൂടെ ചെറിയൊരു കുട്ടീനെ വെച്ചിട്ടുള്ളിൽ. ഇവിടെ കംപ്ലീറ്റ് കിളീസ് ആൻഡ് കിളീസാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ വെച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. മുമ്പ് അവിടെ ഒരു ഗ്രീന് നമ്മുടെ നാട്ടിൽ തത്ത
അതിന് 850 ഉറുപ്പ്യുണ്ട് സാധനം. നമ്മളാ ഒരു തത്ത പോലുള്ള സാധനമല്ലേ, 850 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 10-15 ഉറുപ്പ്യൻ്റെ അടുത്തായില്ലേ, 15 ഉറുപ്പ്യൻ്റെ മേലെ പോയി. ഇവിടെയും ചെറിയ ലവ് ബേർഡ്സ് അത് അവിടെ ചാക്കിൽ കിട്ടിയിട്ടുണ്ട്. ഇത് എന്താണോ അതിനൊന്നും പിടിച്ചിരിക്കുന്നു കേട്ടോ. ഒക്കെ നമ്മളെ കമ്പനിക്കാരുണ്ടോ. ഇപ്പൊ ഇവിടുന്ന് കുറച്ച് ടീമിനെ പരിചയപ്പെട്ടിട്ട് അതവിടെ ചെറിയ കുഞ്ഞു കിളികൾ. അതിന് 50 റിയാലാണ് ഒന്നിന്. ചെറിയ ഇതാ ഒരു തത്തുണ്ട് അവിടെ, ചെറിയൊരു തത്തൊക്കെ. ഒക്കെ കച്ചവടക്കാരാണ് കംപ്ലീറ്റ്. വീഡിയോ എടുത്തിട്ട് തീരുന്നില്ല. ഇതുണ്ടോ 500 റിയാലാണ് അതിന്. هذا في كلم هذا بتشل هيدي كبيره جيري صور معي صورها صور ايوه تبغى اصورها انت؟ لا لا هلا صورك وديك الفيسبوك انباع الله يرزقك. അതിന് 500 റിയാൽ കേട്ടോ ആ ഒരു തത്തമ്മക്ക്. ഇവിടെയൊക്കെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ കൂടുകളാണ് കേട്ടോ വെക്കുന്ന. ഇതാ ഇവിടെ വേറെ ഉണ്ട്. കിളികൾ, ചെറിയ മക്കള്. ഇവിടെ വൻ തിരക്കാണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വൻ തിരക്കാണ്. വൻ തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല എമ്പേന്ന് തിരക്ക്. ഇവിടെ കിളീനെയൊക്കെ വാങ്ങുന്ന തിരക്കിലാണ് ആൾക്കാർ. ദൈവത കൂടെ അടക്കം കൊണ്ടുപോകാൻ നിൽക്കുന്ന അത് വിളിച്ച് കമാതാ പിന്നേന്നല്ല വാഹ. ഓക്കെ, ഒന്നിന് 65 റിയാലാണ്ട് ആ കൂടോടൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതിന്. ഇതവിടെ ഒരു മൈനൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ചെറിയ മക്കള്. ഇതുങ്ങളൊക്കെ കുഴങ്ങിയിരിക്കുന്നത് ശരിക്കും കുഴങ്ങിയ മക്കൾ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മക്കളെ ഞാൻ കുഴങ്ങി. ഇവിടെ ഫുള്ള് കിളികൾ തന്നെയാണ് കേട്ടോ, കംപ്ലീറ്റ് കിളികളാണ്. എന്താ ഇവിടെ ഒരുപാട് അമ്മ ഇവിടെ ഒരു പൂച്ചനെ വെക്കാനുണ്ട്. കം കാത്തുവാ നീ അറിയാം, അത് പെണ്ണാണ്, അതുകൊണ്ട് വില കുറവ്. പിന്നെ അതവിടെ കോഴിയുണ്ട്. പിന്നെ അതവിടെ കോഴി മക്കള്, ഫുള്ള് കോഴിമക്കളാണ്. ആൾക്കാർ വാങ്ങാൻ നിൽക്കുന്നതാണ് കോഴിമക്കള്. തത്തമ്മ എന്തോ ആൾക്കാർ ഇങ്ങനെ നടന്ന് വാങ്ങാൻ. ഇതുണ്ട്, ഇതൊരു വലിയ അടിപൊളി മാഷാള്ള. كماذا؟ هذا 1500 يكلم؟ كلمك السلام عليكم كل حبيبي. زين. ايوه زين اوكي. وهذا 1000 ريال. هذا 1000 ريال. هذا كلام عليك سلام عليكم قاسم حبيبي. كله كلام. ഇതിന് 1000 റിയാൽ, അതിന് 1500 റിയാൽ. അത് വർത്താനം പറയുന്നാട്ടോ പറയുന്നത്. സംഭവം പൊളിയല്ലേ. പിന്നെ അതവിടെ വേറൊരു കുഞ്ഞു കിളിയുണ്ട് കേട്ടോ. ഇതിനെത്ര പേരെന്ന് അറിയൂല. ഇതിന് 50 റിയാലാണ്. ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇതവിടെ കോഴിമക്കളും ഉണ്ട്, വേറെ 2 കിളികളും. കമാതാ 110 ഓക്കെ ഖലാസ്. ഓക്കെ, എല്ലാവരും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതും കണ്ടിട്ടേ വീഡിയോ എടുത്തോന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ്ടോ ഫുള്ള് സ്ഥലം. ഇതവിടെയൊക്കെ ഫുള്ള് കോഴിമക്കളാണ് കേട്ടോ. കോഴിക്കളെ വിൽക്കാൻ കൊണ്ടുവന്നാണ് ഇവിടെ. ഇതവിടെ കോഴിമുട്ട സാധനങ്ങൾ ഫുള്ള് തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ചെറിയ കുഞ്ഞു കോഴിമക്കൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ കംപ്ലീറ്റ് തന്നെ. ആ ഒരു കളിയാ ഞാൻ കുഴങ്ങി. ഇത് വെറൈറ്റി കളറ് ചിറകൊക്കെ ഉള്ള കിളികളാണ്ടത്. പ്രാവ്, വെറൈറ്റി ചിറകൊക്കെ ഉള്ള പ്രാവുകളെയാണ് നമ്മളവിടെ കണ്ട്. ഇനി നമുക്ക് വിട്ടാലുമല്ലേ അതായിരിക്കില്ലേ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ശരിക്കും ടയേർഡാവും. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടയേർഡാവും. അപ്പോൾ നമുക്ക് മെല്ലെ വിടുക. അവിടെയൊക്കെ കിളികൾ വെക്കുന്ന ആൾക്കാരാണ്.
ഇവിടെയൊക്കെ തന്നെ സംഭവം. ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ. കമാറമ്മ كم؟ 3000. في كلم؟ كلم زيادة ولا شوي؟ السلام عليكم بابا حبيبي الله اكبر. ഓക്കെ ഓക്കെ. ഇത് ഈ സാധനത്തിന് 3000 റിയാലാണ് കേട്ടോ പറയുന്നത്. സാധനമാണ് സംഭവം പൊളിച്ചില്ലേ. അപ്പോൾ ഇവിടം വരെ ഉള്ളൂ കച്ചവടം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടുന്ന് അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. അങ്ങോട്ടൊക്കെ കച്ചവടം നമ്മുടെ ഉള്ള സണ്ണിക്കുട്ട. അപ്പോൾ ഞാൻ എന്നാലും മെല്ലെ വിടട്ടെ കേട്ടോ. ഈ ഏരിയ ഫുള്ള് പുതിയ ബെഡ് ഐറ്റംസും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ടോ. പുതിയ ബെഡുകൾ, പുതിയ ബാഗുകൾ, ബെഡ്ഷീറ്റുകൾ, കട്ടിലുകൾ. ഇതാ ഈ ബിൽഡിങ്ങിൽ ഫുള്ള് അങ്ങനെ വെക്കുന്ന. പിന്നെ അവിടെ ഐസ്ക്രീമിൻ്റെ ഷോപ്പ്, ക്ലീനക്സ് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വെക്കുന്ന കടകളാണ് കേട്ടോ കൂടുതലുള്ള. സംഭവം പൊള്ളിയല്ലേ ഗൈസ്, സെറ്റപ്പ് അല്ലേ.